ഹലോ, ഒരു ചായ കുടിച്ചിട്ട് ഞങ്ങൾ പോവാൻ ഒരുങ്ങിയേട്ടാ. വീട്ടിൽ നല്ല ചായ കുടിച്ചത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളിൽ എല്ലാവരും യാത്ര ഇഷ്ടപ്പെടുന്നവരല്ലേ, യാത്ര ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാ? പിന്നെ നമ്മളെപ്പോഴും ഈ പിള്ളേരെ കൊണ്ട് പാർക്ക്, ബീച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളല്ലേ എപ്പോഴും കാണാൻ പോലെ. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ പോകുന്നത് കുറച്ച് കാടും നാടും എല്ലാം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ലോങ് ഉണ്ട് കേട്ടാ. കാസർഗോഡ് നിന്ന് ഏകദേശം 50-60 കിലോമീറ്ററോളം ഉണ്ട് നമ്മളീ പോകുന്ന സ്ഥലത്തേക്ക്. ശരിക്കും കുറേ കാടും മലയും അങ്ങനത്തെ ഒരു സ്ഥലത്തുകൂടിയാണ് നമ്മൾ പോയത്. അതിനേക്കാളും എളുപ്പ വഴി നമുക്കുണ്ടായിരുന്നു, പക്ഷെ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിപ്പോൾ പോയത് കാസർഗോഡ് നിന്ന് പൊയിനാച്ചി വഴി ആ ഒരു റൂട്ടിലായിരുന്നു. പക്ഷേ അത് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. കാരണം തിരിച്ച് വരുമ്പോൾ ആനയൊക്കെ ഇറങ്ങുന്നത് എന്നാണ് അവിടുന്ന് ഒരാൾ വഴി ചോദിച്ചിട്ടാകുമ്പോൾ പറഞ്ഞത്. അപ്പോൾ അതിനേക്കാളും നമുക്ക് നല്ലത് കാഞ്ഞങ്ങാട് വെള്ളരിക്കുണ്ട് റൂട്ടിൽ പോകുന്നത് കുറച്ചും കൂടി നല്ലതാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്തുള്ളവർക്കൊക്കെ ഈ റൂട്ടൊക്കെ അറിയായിരിക്കും. പിന്നെ നമ്മൾ പെട്രോൾ അടിക്കാൻ പമ്പിൽ കയറി ആണ് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടേട്ടാ. മയിലുകൾ നല്ല പീലി വിടർത്തിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം അത് നോക്കി. 6 മണിയായി വൈകുന്നേരം. നമ്മളെ സ്ഥലത്തേക്ക് ഇനിയും ഒരു 1-2 കിലോമീറ്റർ ഉണ്ട് എന്നാണ് അറിഞ്ഞത്. അങ്ങനെ അവസാനം നമ്മൾ അവിടത്തേക്ക് എത്തി. അപ്പോൾ അവിടെ പോലീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളെ പറഞ്ഞു, പക്ഷേ പോലീസൊന്നും ഉണ്ടായില്ല. പിന്നെ വണ്ടി മുകളിൽ വെച്ചിട്ട് നമ്മൾ താഴേക്ക് നടന്നിട്ടാ 1 കിലോമീറ്ററോളം നടക്കാനുണ്ടായി. അവസാനം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തി. കൊന്നക്കാട് അച്ചൻതുരുത്ത് വെള്ളച്ചാട്ടം. അവിടത്തേക്ക് എത്തിയിട്ടാകുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ശരിക്കും ഇതൊരു 6 മണി കഴിഞ്ഞ് 6:15 ആയിട്ടുണ്ട്. അതായത് 6:15. ആ വെള്ളം വരുന്ന ഇത് കാണണം കേട്ടോ. ഭയങ്കര ഫ്ലോയിലാണ് വെള്ളം വരുന്നത്. ആൾക്കാരൊക്കെ തെറിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഞാനില്ലേ വെള്ളത്തിൽ ഇറങ്ങിയില്ല. എൻ്റെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാനും പറ്റിയില്ല. പിന്നെ വീഡിയോ എടുക്കാനും ഉണ്ടായില്ലേ. കുഞ്ഞും വെള്ളത്തിൽ അങ്ങനെ ഇറങ്ങാമല്ലോ. എനിക്ക് വെള്ളത്തിനോട് അത്ര വലിയൊരു ഇതൊന്നുമില്ല. പക്ഷെ മറ്റേ മോന് ഭയങ്കര ഇതാണ് വെള്ളത്തിനോടൊരു. കുഞ്ഞിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായി. പിന്നെ ഹസ്ബൻഡ് വന്നിട്ട് കുഞ്ഞിനെ വാങ്ങാൻ നോക്കി, പക്ഷെ എന്നിട്ട് അവന് പോയില്ല. കുറച്ച് നനഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കയ്യിലൊക്കെ തന്നെ തിരിച്ചു തന്ന്. വെള്ളം വരുന്ന കണ്ട ഈ വെള്ളം താഴോട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നോക്കിയാൽ വെള്ളം പോകുന്നതൊക്കെ നല്ല കാണാൻ എന്ത് രസം കേട്ടോ. പിന്നെ ആടെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ആക്കിയിട്ടുള്ളൂ, കാരണം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. തിരിച്ച് ലേറ്റായി പോകണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. അവിടെ കുറേ സമയം നിന്നില്ല. അങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെന്തായാലും നേരത്തെ ഇറങ്ങണം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു 11 മണിയാകുമ്പോൾ വീട്ടിലേക്ക് എത്തി. ടാറ്റാ.